നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തൊടുകുറി ശാസ്ത്രത്തെ ആധാരമാക്കിയിട്ട് അതിൻ്റെ മാതൃകയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കുക. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് വേണം ഇതിൽ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. 1, 2, 3, 4 എന്നുള്ള ആ ഒരു അക്കങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ഓരോ മൃഗങ്ങളെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ കാര്യത്തെ മാത്രം ചിന്തിക്കുക. മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കി ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇതിലൊന്നിനെ തിരഞ്ഞെടുക്കുക. കണ്ണുകൾ അടച്ച് അതിനെ മാത്രം ഓർക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക. 1-ാം നമ്പറിലുള്ള പൂച്ചയെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ അവസാനിക്കാനായിട്ട് പോകുന്നുവെന്ന് ഇതിലൂടെ വിശ്വസിക്കാം. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ സഫലമാകും. ഇതിന് നിങ്ങളുടെ ഒരു സ്നേഹിതൻ്റെ സഹായം ലഭിക്കും. നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന ഒന്നായിരിക്കും അത്. നിങ്ങൾക്ക് ഇനിയും 1 മാസം കഴിഞ്ഞാൽ ഗുരു, അതായത് വ്യാഴം അനുകൂലമായിട്ട് വരും. നിങ്ങളെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്ന സ്നേഹിതനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. അയാൾ നിങ്ങളെ സഹായിക്കും. അയാളിൽ നിന്നുള്ള സഹായം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകും. അത്ര അധികം സ്നേഹത്തോടു കൂടി അയാളെ നിങ്ങളും സ്നേഹിക്കണം. പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുക. സുഖസമ്പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും. പൂച്ചകൾ നമ്മുടെ പലരുടെയും ഓമന മൃഗമാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയെ നമുക്കെല്ലാം വളരെ ഇഷ്ടവുമാണ്. വീട്ടിൽ പൂച്ചയെ ഒരിക്കലും നമ്മൾ കൂട്ടിലടച്ച് വളർത്തരുത്. പാവപ്പെട്ടവർക്കും അവശർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ആഹാരം നൽകുന്നത് നമ്മളുടെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതേസമയം ഗ്രഹദോഷങ്ങൾക്ക് ഒരു പരിഹാരവുമാണ്, നമ്മളുടെ യശസ്സ് വർദ്ധിപ്പിക്കുന്നതുമാണ്. അപ്പോൾ പൂച്ചയെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമുക്ക് വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ നല്ല രീതിയിൽ പരിപാലിക്കാം. പൂച്ചയെ വീട്ടിൽ വളർത്താത്തവരാണെങ്കിൽ ഒരു പൂച്ച സ്വയമായിട്ട് നിങ്ങളുടെ വാതിൽക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും ദോഷങ്ങൾക്കും എല്ലാം ഒരു അറുതി വരികയാണ്. നിങ്ങൾക്ക് സന്താന സൗഖ്യമുണ്ടാവുകയും വിജയമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളെ മറികടക്കാനും ഉയർച്ച നേടാനും കഴിയുമെന്ന് വിശ്വാസമുണ്ട്. 2-ാം നമ്പറായി നായയെ തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം സാധിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾ വിചാരിച്ച കാര്യത്തിന് എതിരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് വളരെയധികം കാലതാമസമുണ്ട്. കുലദൈവത്തെ നിങ്ങൾ പൂജിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതുമാത്രമല്ല, വളരെ പ്രയാസമുള്ള ഒരു കാര്യം, വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ത്യാഗങ്ങൾ സഹിക്കേണ്ടതായും ഉള്ളതുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ അടിവെപ്പും വളരെ സൂക്ഷ്മതയോടുകൂടിയും ഈശ്വരഭക്തിയോടുകൂടിയും വേണമെന്നുണ്ട്. ഏത് കാര്യവും കുറേ പ്രവർത്തിച്ചതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. ഇതാണ് നിങ്ങൾ 2-ൽ നായയെ തിരഞ്ഞെടുത്തത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ. നായയെ തിരഞ്ഞെടുത്തത് കൊണ്ട് മറ്റു ചില ഗുണങ്ങളുമുണ്ട്. നായ മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ ക്രോധത്തിൽ നിന്ന് നിങ്ങളെ എപ്പോഴും രക്ഷിക്കാനായിട്ട് സാധിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇരുണ്ട നിറത്തിലുള്ള നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഗ്രഹദോഷങ്ങൾക്ക് നല്ല പ്രയോജനം കിട്ടുന്ന ഒന്നാണ്. വളർത്തു മൃഗമായിട്ട് നിങ്ങൾക്ക് നായ ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക. അതുപോലെ തന്നെ നായ വീട്ടിൽ കയറി വരുന്നത് അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല. നായ കയറി വന്ന് താമസമാക്കുന്നത് ആ കഷ്ടകാല സമയത്താണെന്ന് വിശ്വാസങ്ങളിൽ പറയാറുണ്ട്. അടുത്തതായി 3-ാം നമ്പറായിട്ട് മത്സ്യത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റി നോക്കാം. ഇപ്പോൾ നിങ്ങൾ തൊട്ട ഈ ഒരു കുറി ധനലാഭം സിദ്ധിക്കുന്നതാണ്. പുത്രഭാഗ്യമുണ്ടാകുന്നതാണ്. മനസ്സിലുള്ള വിചാരങ്ങൾ ഒഴിഞ്ഞ് സന്തോഷമുണ്ടാകും. നിങ്ങൾക്ക് ഗ്രഹസ്ഥിതികൾ അനുകൂലമായിട്ടാണ് ഉള്ളത്. ഇത് സുഖമുണ്ടാക്കുന്നതുമാണ്. ഈ കാലഘട്ടത്തിൽ സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല. അത്രയ്ക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക്. മനസ്സിലെ ദുർവിചാരങ്ങൾ അകറ്റിയാൽ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് തനിയെ വന്നു ചേരും. നിർധനരെ സഹായിക്കുകയും നിങ്ങളുടെ ഈ കാലം മുതലുള്ള പ്രവർത്തനങ്ങളാൽ അവശരെ സഹായിക്കുകയും ഈശ്വര സേവ മുടങ്ങാതിരിക്കുകയും ചെയ്യുക. മേൽക്കുമേൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ്.
നിരുപദ്രവകാരികളായ ചെറു മത്സ്യങ്ങളെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക. മത്സ്യത്തിൻ്റെ അനുഗ്രഹത്താൽ എതിരാളികളെ ഇല്ലാതാക്കാനും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് ഒഴിവാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ കടക്കണിയിലാണെങ്കിൽ പോലും പണത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് സാധിക്കും. മത്സ്യത്തെ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തത് കൊണ്ട് മത്സ്യങ്ങൾക്ക് മലര്, പൊരി തുടങ്ങിയവ നൽകാനായിട്ട് കഴിയുമെങ്കിൽ ശ്രദ്ധിക്കുക. പൊതുകുളങ്ങളിലും അമ്പലക്കുളങ്ങളിലുമൊക്കെ ഉള്ള മീനുകളെ ഊട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും. അടുത്തതായി 4-ാം നമ്പർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ്. 4-ാം നമ്പറിൽ നമ്മൾ പശുവിനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തിരഞ്ഞെടുത്തവർക്ക് കിട്ടുന്ന ഫലങ്ങൾ: നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾക്ക് യാതൊരു കുറവും കൂടാതെ ജയമായി തീരും. ഒരു വർഷക്കാലം യാതൊരു കുറവുകളും ഉണ്ടാവുകയില്ല. ശത്രുക്കളെ നിങ്ങൾ ജയിക്കും. കുടുംബത്തിലും ക്ഷേമമുണ്ടാകും. ഇതിന് അടയാളമായിട്ട് നിങ്ങൾക്ക് കയ്യിലൊരു മറുകുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ സാധിക്കാനായിട്ട് പറ്റും. സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ശത്രുക്കൾ അവരുടെ ദുരാഗ്രഹം അവസാനിപ്പിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. അവർക്ക് നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി ഗൂഢപ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഏത് വിഷയത്തിലും നിങ്ങൾക്ക് നല്ല ഫലമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പശുവിനെയാണ് മനസ്സിൽ വിചാരിച്ചത്. പശു ഭൂമിയുടെ തന്നെ പ്രതീകമാണ്. എല്ലാ മൃഗങ്ങൾക്കും മാതാവായിട്ടുള്ളവളാണ് പശു. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെ ഒരു തുള്ളി പാലെങ്കിലും അത് കൊടുക്കാനായിട്ട് എപ്പോഴും സന്നദ്ധമാണ്. ഇപ്പോൾ മനുഷ്യരാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും കുട്ടിക്കാലം മുതൽക്ക് പശുവിൻ്റെ പാൽ ഉപയോഗിച്ച് അത് കുടിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗോമാതാവ് എന്ന പേര് അതിന് നൽകിയിരിക്കുന്നത്. പശുവിനെ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തത് കൊണ്ട് പശുക്കളെ ഊട്ടുന്നത് നിങ്ങൾക്ക് ജാതകദോഷവും ഗ്രഹദോഷവും ഒക്കെ മറികടക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. വസ്തു കച്ചവടത്തിലോ മറ്റുമുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലവും നിങ്ങൾക്ക് ലാഭവും ഉണ്ടാകുന്ന രീതിയിൽ അതൊക്കെ നിങ്ങൾക്ക് ഉത്തമമായിട്ട് വന്നു ചേരും. പശുവിന് നിങ്ങൾ പച്ചപ്പുല്ലും പഴങ്ങളുമൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലാണ് നിങ്ങൾ പശുവിനെ തിരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. ഗ്രഹദോഷങ്ങൾ മാറാനും കർമ്മദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ടും ഭക്ഷ്യമൃഗാദികൾക്ക് ആഹാരം നൽകുന്നതും പരിപാലിക്കുന്നതും പരിഹാരമായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. ദൈവത്തിലും വിധിയിലുമൊക്കെ വിശ്വാസമുള്ളവർക്ക് പ്രാദേശികമായിട്ടുള്ള വിവരങ്ങളും അറിവുകളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം. വിശ്വാസങ്ങൾക്കും നിങ്ങളുടെ സ്വയം തീരുമാനങ്ങൾക്കും അധിഷ്ഠിതമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടുന്നത്. നമ്മുടെ ഭൂതം ഭാവി ഇവ അറിയുവാനുള്ള ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇതേപ്പറ്റിയുള്ള ഒരു ദിവ്യശാസ്ത്രമാണ് സഹദേവ വാക്യം അഥവാ തൊടുകുറി ശാസ്ത്രം. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.